ഫ്രണ്ട്സ്, ഇനി മുതൽ നനഞ്ഞ ഷൂ ഉണക്കാൻ വെയിലധികം കൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെയിലുണ്ടെങ്കിൽ നിങ്ങൾ വെയിൽ കൊള്ളിച്ചാൽ മതി. വെയിലില്ലാത്ത അവസ്ഥയിൽ, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുട്ടികൾ നനഞ്ഞ ഷൂസൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് ഉണങ്ങാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സാധനം നമ്മൾ ഒഴിവാക്കണം. അതിന് ശേഷം ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ ന്യൂസ് പേപ്പർ നല്ലോണം നനവ് വലിച്ചു പിടിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടി വെച്ച് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം. അഥവാ ഇത് ഫില്ലാക്കി കൊടുക്കണം. ഇതുപോലെ ചുരുട്ടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കുറച്ച് നേരം കഴിഞ്ഞാൽ, ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ നനവ് അഥവാ ഷൂവിൻ്റെ നനവ് നന്നായി നമ്മുടെ ന്യൂസ് പേപ്പർ വലിച്ചെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഷൂവിൻ്റെ ഉൾഭാഗം ഉണങ്ങി കിട്ടാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലെ ഷൂവിൻ്റെ ഉള്ളിൽ നല്ലോണം ന്യൂസ് പേപ്പർ കുത്തി നിറച്ചതിന് ശേഷം വെയിലത്ത് കൊണ്ടുപോയി വെച്ച് ഉണക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഷൂവിൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ലാണ്. അതുമാത്രമല്ല, നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ഷൂവിൻ്റെ ഉള്ളിൽ തീർച്ചയായും കൂറ, പാറ്റ എന്നിവയൊക്കെ കയറിക്കൂടാനും സാധ്യതയുണ്ട്. എന്തിനു പറയുന്നു, പാമ്പ് വരെ കയറിക്കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷൂവിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക. ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഒരു കോട്ടൻ്റെ തുണി ഇല്ലാത്ത ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാത്തവർ ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഒരല്പം ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ചായപ്പൊടി ഇത്തരം സ്മെല്ലിനൊക്കെ വലിച്ചെടുക്കും. മാത്രമല്ല കൂറ, പല്ലി, പാറ്റ ഇവയൊക്കെ അകന്നു പോകാൻ കാരണമാവും. ഇനി ഈ ചായപ്പൊടിയിലേക്ക് മറ്റൊരു മിക്സിങ് കൂടി ചേർക്കണം കേട്ടോ. അതാണ് നമ്മുടെ പൗഡർ. ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആയാലും ഏതായാലും മതി കേട്ടോ. ഒരല്പം പൗഡർ കൂടി മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് യോജിപ്പിക്കുക. നമുക്ക് പൗഡറും ചായപ്പൊടിയും മാത്രമായിട്ട് വേണ്ടത്. ഇനി ഇത് ജസ്റ്റ് ഒരു നന്നായി ഒന്ന് ഒരു കഷ്ണം റബ്ബർ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് നമുക്കൊന്ന് കെട്ടാട്ടോ. അപ്പോൾ അത് റബ്ബർ ബാൻഡ് ഒന്ന് വെച്ച് കെട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് കെട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഷൂവിൽ ഇടാം. അപ്പോൾ ഇത് ഷൂവിൻ്റെ ഉള്ളോട്ടേക്ക് 2 ഷൂവിനും ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഷൂ എടുക്കുന്ന സമയത്ത് ബാഡ് സ്മെല്ലും ഉണ്ടാകില്ല. മാത്രമല്ല പ്രാണിയുടെയും മറ്റ് ഒരു ജന്തുക്കളുടെയും ഒന്നും ഒരു ശല്യവും ഉണ്ടാവില്ല. ഷൂ എപ്പോഴും നല്ല വൃത്തിയോടെ അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് മറ്റുള്ള ജന്തുക്കളൊന്നും ഇതിലേക്ക് കടത്താൻ സമ്മതിക്കില്ല. ചായപ്പൊടി പൗഡറും മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.